ഇന്ന് ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ലെയേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, എന്താണ് ക്ലൗഡ് എന്ന് പറഞ്ഞു, ക്ലൗഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് പറഞ്ഞു, SOA സർവീസ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്താണെന്ന് പറഞ്ഞു, വെബ് സർവീസുകൾക്ക് വെബ് 2.0, വെബ് സർവീസസ്, മാഷപ്സ് ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ലെയേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ക്ലൗഡ്സ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്ലൗഡ് എങ്ങനെയാണ് ക്ലൗഡിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻസ് നടത്തിയിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ പറയുന്ന പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. Cloud computing services are divided into 3 classes according to the abstraction level of the capability provided and the service model of providers. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസിനെ ആ സർവീസുകളുടെ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻസിനനുസരിച്ചും ക്യാപ്പബിലിറ്റിക്കനുസരിച്ചും എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്നതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ 3 ക്ലാസ്സുകളായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, 3 തരത്തിൽ. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളുടെ അടിസ്ഥാനത്തിലും അത് നമുക്ക് തരുന്ന എത്രത്തോളം എന്തൊക്കെ കമ്പ്യൂട്ടിംഗ് കപ്പാസിറ്റീസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ 3 തരത്തിൽ ഡിവിഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാമത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അവിടെ നമ്മൾ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോമുകൾ നമുക്ക് സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യാം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. മൂന്നാമത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനെയാണ്? സോഫ്റ്റ്വെയറുകളെ സർവീസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഏതൊക്കെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, IaaS എന്ന് പറയും. PaaS പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, SaaS സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 തരത്തിലുള്ള സർവീസുകൾക്കനുസരിച്ച് ക്ലൗഡുകൾ 3 തരത്തിൽ പറയാം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, അതിൻ്റെ മെയിൻ ആക്സസ് കൊടുക്കുന്നത് വെബ് ബ്രൗസറുകളാണ്. അതിലുള്ള സർവീസ് കണ്ടൻറ്റുകൾ എന്തൊക്കെയായിരിക്കും? നമ്മുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ, ഓഫീസ് സ്യൂട്ടുകൾ, CRMകൾ, ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിളായിട്ട് പറയാം? സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന് എക്സാമ്പിളായിട്ട് പറയാം. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറഞ്ഞാലോ, നമ്മളൊരു ക്ലൗഡ് പ്ലാറ്റ്ഫോം, നമുക്കൊരു വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. നമുക്ക് ഇൻ്റർനെറ്റിൽ നിങ്ങൾ പലതരത്തിലുള്ള എഡിറ്ററുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? പലതരത്തിലുള്ള ഫ്രെയിം വർക്കുകൾ നിങ്ങൾ നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ പ്ലാറ്റ്ഫോമുകൾ സർവീസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യാം. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, വെർച്വൽ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. വെർച്വലായിട്ട് നിങ്ങൾക്കൊരു ഡാറ്റ സ്റ്റോറേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള സെർവറുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊരു ഫിസിക്കൽ ഡിവൈസിൻ്റെ സഹായമാണ്. വെർച്വലായിട്ട് നമുക്കത് പ്രൊവൈഡ് ചെയ്ത് തരികയാണ്. ഒരു ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് പോലെയല്ല, നമ്മളൊരു ഡാറ്റ സ്റ്റോറേജ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സ്പേസ് വേണം അല്ലേ? ഒരു ഡിസ്ക് സ്പേസ് വേണം, ഒരു മെമ്മറി സ്പേസ് വേണം. അപ്പോൾ അതൊരു ഫിസിക്കൽ പാർട്ടാണ്. അതൊരു സോഫ്റ്റ്വെയർ പോലെയോ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പോലെയോ സിസ്റ്റം സോഫ്റ്റ്വെയർ പോലെയോ ഒന്നുമല്ല, ഒരു പ്ലാറ്റ്ഫോം പോലെയോ ഒന്നുമല്ല. അതിനൊരു ഫിസിക്കൽ ഡിവൈസിൻ്റെ സഹായത്താലാണ് നമ്മളതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് 3 വിഭാഗങ്ങൾ കിട്ടും. ഏതൊക്കെയാണ്? ഒന്നുകൂടെ പറയാം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഓക്കെ, These abstraction levels can also be viewed as
എ ലെയേർഡ് ആർക്കിടെക്ചർ വേർ സർവീസസ് ഓഫ് എ ഹയർ ലെയർ ക്യാൻ ബി കമ്പോസ്ഡ് ഫ്രം സർവീസസ് ഓഫ് ദ അണ്ടർലൈൻ ലെയർ. ഈ മൂന്നെണ്ണത്തിനെയും നമുക്കൊരു ലെയേർഡ് ആർക്കിടെക്ചറായിട്ട് കൂടെ നമുക്ക് പറയാം. ലെയേർഡ് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ പലതരത്തിലുള്ള അബ്സ്ട്രാക്ഷൻ ലെവലുകൾ ഈ മൂന്ന് തരത്തിലുള്ള സർവീസുകൾക്കും പ്രൊവൈഡ് ചെയ്യാം. അബ്സ്ട്രാക്ഷൻ ലെവലുകൾ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് സർവീസ് കിട്ടേണ്ടതിൻ്റെ മിനിമം സർവീസുകൾ, അതല്ലെങ്കിൽ എല്ലാവർക്കും ആവശ്യമായി വരുന്ന കോമൺ സർവീസുകൾ ഒന്നാമത്തെ ലെയറിൽ, അതിനേക്കാൾ കുറച്ചുകൂടെ ഫീച്ചേഴ്സ് കൊടുത്തുകൊണ്ട് അടുത്തൊരു ലെയർ സെറ്റ് ചെയ്യുക, പിന്നെ വീണ്ടും കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത ലെയറുകളിൽ സെറ്റ് ചെയ്യുക. അങ്ങനെ പല ലെയറുകൾ, പല അബ്സ്ട്രാക്ഷൻ ലെയറുകളായിട്ടാണ്, പല അബ്സ്ട്രാക്ഷൻ ലെവലുകളായിട്ടാണ് നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ഈ മൂന്ന് തരത്തിലുള്ള സർവീസുകളും പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ദ റെഫറൻസ് മോഡൽ എക്സ്പ്ലെയിൻസ് ദ റോൾ ഓഫ് ഈച്ച് ലെയർ ഇൻ ആൻ ഇൻ്റഗ്രേറ്റഡ് ആർക്കിടെക്ചർ. അപ്പോൾ നമുക്കതിനൊരു റെഫറൻസ് മോഡൽ കിട്ടും. ആ റെഫറൻസ് മോഡലിൽ പറയും ഈ ഒരു പർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ, അതല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സർവീസിൽ, പ്ലാറ്റ്ഫോമാണ് സർവീസായിട്ട് തരുന്നതെങ്കിൽ അതിൽ 4 ലെയറുകളായിട്ടാണ്, 4 സെക്ഷനുകളായിട്ടാണ്, അല്ലെങ്കിൽ 4 പാർട്ടുകളായിട്ടാണ്, 4 വേർഷനുകളായിട്ടാണ് നിങ്ങൾക്ക് സർവീസുകൾ കിട്ടാൻ പോകുന്നത്. അതിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസ് ലെയറിൽ നിങ്ങൾക്ക് ഇന്ന ഫീച്ചേഴ്സ് ലഭിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് വേർഷനിലേക്ക്, സെക്കൻഡ് ലെയറിലേക്ക് കടക്കാം. സെക്കൻഡ് ലെയറിൽ ആദ്യത്തെ ലെയറിലുള്ളതും അതിന് പുറമെ എക്സ്ട്രാ ഒരു 4, 5, 6 ഫീച്ചേഴ്സ് കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള ഒരു റെഫറൻസ് മോഡൽ ഓരോ ലെയറിലും എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ, അതല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. എ കോർ മിഡിൽ വെയർ മാനേജസ് ഫിസിക്കൽ റിസോഴ്സസ് ആൻഡ് ദ വെർച്വൽ മെഷീൻസ് ഡിപ്ലോയിഡ് ഓൺ ടോപ്പ് ഓഫ് ദം. ഇൻ അഡീഷൻ ഇറ്റ് പ്രൊവൈഡ്സ് ദ റിക്വയർഡ് ഫീച്ചേഴ്സ് ടു ഓഫർ മൾട്ടി ടെനൻറ്റ് പേ ആസ് യു ഗോ സർവീസസ്. അപ്പോൾ ഇതിൽ ഒരുപാടെണ്ണം പെയ്ഡ് വേർഷനുകളായിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞതൊക്കെ ആയിരിക്കും ആദ്യത്തെ മിനിമം ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ കോമൺ ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിലെ കണ്ടീഷൻസ്, അതിൻ്റെ എഗ്രിമെൻറ്റുകൾ, അതിൻ്റെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇതിൽ ഒരു മിഡിൽ വെയർ ഉപയോഗിക്കുന്നുണ്ട്. ആ മിഡിൽ വെയർ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സർവീസ് പ്രൊവൈഡർക്കും കസ്റ്റമർക്കും ഇടയ്ക്ക് അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭാഗം, ഒരു സോഫ്റ്റ്വെയർ ടൂൾ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മിഡിൽ വെയർ. അപ്പോൾ ആ മിഡിൽ വെയറിൻ്റെ സഹായത്താൽ നമുക്കതിനെ മാനേജ് ചെയ്യാൻ കഴിയും. ഓക്കെ, ക്ലൗഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്സ് ആർ ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ടു ഓഫർ application development and deployment capabilities. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് പറയാവുന്ന ഒന്നാണ് ഇൻഫ്രാസ്ട്രക്ചർ സർവീസുകൾ. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും ബേസായിട്ട്, ഇപ്പോൾ നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ സർവീസ് യൂസ് ചെയ്യണം, നിങ്ങളതിലൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു പ്ലാറ്റ്ഫോം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോമിലേക്ക് ഒരു എഡിറ്റിംഗ് ടൂൾ വേണം. അപ്പോൾ നമുക്കൊരു സോഫ്റ്റ്വെയർ സർവീസായിട്ട് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ സർവീസുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ഡാറ്റ സ്റ്റോറേജാണ്. നിങ്ങൾക്കൊരു സ്റ്റോറേജ് സ്പേസ് വേണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവന് നിങ്ങൾക്ക് അപ്പോൾ അതാത് എന്തൊക്കെ ചേഞ്ചുകളാണോ വരുത്തുന്നത് ആ ചേഞ്ചുകളൊക്കെ റിഫ്ലക്റ്റ് ചെയ്യത്തക്കവണ്ണം നിങ്ങൾക്കൊരു ഡാറ്റ സ്റ്റോറേജ് വേണം, അല്ലേ? ആ ഡാറ്റ സ്റ്റോറേജിലേക്ക് വേണം നിങ്ങൾക്കൊരു ഫ്രെയിം വർക്കിനെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രെയിം വർക്കിനെ കൊണ്ടുവന്നിടാൻ. അതല്ല, ഒരു എഡിറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ എഡിറ്ററിനെ കൊണ്ടുവന്നിടാൻ. എന്നിട്ട് ആ സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്കിലേക്ക് നിങ്ങൾ ഏത് സോഫ്റ്റ്വെയറിനെയാണോ യൂസ് ചെയ്യുന്നത് ആ സോഫ്റ്റ്വെയറിനെ നിങ്ങൾക്ക് ആ ഫ്രെയിം വർക്കിൽ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. അപ്പോൾ ഒരു ക്ലൗഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത് എന്ത് തന്നെയാണ്? ഇൻഫ്രാസ്ട്രക്ചർ സർവീസുകൾ തന്നെയാണ്. മനസ്സിലായോ? ഇതിലാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ സർവീസുകളിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ അതിന് വേണ്ട, അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട, അതിനെ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് നിങ്ങൾക്ക് വേണം. ആ എൻവയോൺമെൻറ്റ് ഒരുക്കി തരുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇൻ ദിസ് ലെവൽ വേരിയസ് പ്രോഗ്രാമിംഗ് മോഡൽസ്, ലൈബ്രറീസ്
Application process interfaces and mashup editors enable the creation of a range of business, web and scientific applications. അപ്പോൾ ഇതിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണോ ഡെവലപ്പ് ചെയ്യാനോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെവലപ്പ് ചെയ്യാം, അതല്ല അതിനെ യൂസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂസ് ചെയ്യലുമാവും. വൺസ് ഡെപ്ലോയിഡ് ഇൻ ദ ക്ലൗഡ് ദീസ് ആപ്ലിക്കേഷൻസ് ക്യാൻ ബി കൺസ്യൂംഡ് ബൈ ദ എൻഡ് യൂസേഴ്സ്. അങ്ങനെ നിങ്ങൾ ആ ഒരു സർവീസ് യൂസ് ചെയ്ത് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ പബ്ലിഷ് ചെയ്യാം. പബ്ലിഷ് ചെയ്താൽ അത് ക്ലൗഡിലേക്ക് അതിനെ ഡിപ്ലോയ് ചെയ്ത് വിട്ട് കഴിഞ്ഞു എന്ന് വെച്ചാൽ എൻഡ് യൂസേഴ്സിന് അതിനെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ലെയറുകളെന്നാണ് പറഞ്ഞത്. എന്താണ് 3 തരത്തിലുള്ള 3 സർവീസുകൾക്കനുസരിച്ച് 3 തരത്തിലുള്ള ക്ലൗഡുകളും പറഞ്ഞു. ആ ക്ലൗഡിൽ ഈ ലെയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുക. ഈ ഫിഗറിൽ കണ്ടിരിക്കുന്ന 3 എണ്ണം. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്താണ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്താണ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്താണ്. ഇതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് ഓഫറിംഗ് വെർച്വലൈസ്ഡ് റിസോഴ്സസ്. അത് കമ്പ്യൂട്ടേഷൻ റിസോഴ്സുകളാവാം, സ്റ്റോറേജ് റിസോഴ്സുകളാവാം, നെറ്റ്വർക്കുകൾ കമ്മ്യൂണിക്കേഷൻ റിസോഴ്സുകളാവാം. ഓൺ ഡിമാൻഡ് ഈസ് നോൺ ആസ് ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വെർച്വലൈസ്ഡ് റിസോഴ്സുകൾ അതൊരു നിങ്ങൾക്ക് കൃത്യമായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നിങ്ങളൊരു ഫിസിക്കൽ ഡിവൈസിനെ എക്സാമ്പിളായിട്ട് മുന്നേ കണ്ടാൽ മതി. ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് വേണം, അപ്പോൾ നമ്മൾക്ക് അതിനെ വെർച്വലൈസ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കൊരു സെർവർ സ്പേസ് ഉണ്ടെങ്കിൽ ആ സെർവർ സ്പേസിന് വെർച്വലൈസ് ചെയ്ത് കൊടുക്കണം. ഒരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള റിസോഴ്സുകൾ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട്, അപ്പോൾ ഒരു ക്ലൗഡ് ആർക്കിടെക്ചർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെയാണോ ഇൻഫ്രാസ്ട്രക്ചറുകൾ വേണ്ടത് ആ ഇൻഫ്രാസ്ട്രക്ചറുകളെ സർവീസായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, IaaS, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന് പറയും. ഓക്കെ, എ ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ enables on-demand provisioning of servers running several choices of operating systems and a customized software stack. അപ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പറയുന്നത് പോലെ തന്നെ സെർവറുകളാണ് മെയിനായിട്ട് നമുക്ക് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും ഒരു ക്ലൗഡ് മാനേജ്മെൻറ്റിൽ ആവശ്യം. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുക. ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് ആർ കൺസിഡേർഡ് ടു ബി ദ ബോട്ടം ലെയർ ഓഫ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ബോട്ടം ലെയറായിട്ട്, അതായത് ഏറ്റവും ബേസ്മെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സർവീസുകളാണ് ഏത്, ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ, ആമസോൺ വെബ് സർവീസസ് മെയിൻലി ഓഫേഴ്സ് IaaS, which in the case of its easy to service means offering virtual machines with a software stack that can be customized similar to how an ordinary physical server would be customized. അപ്പോൾ നിങ്ങൾ ഒരു വലിയൊരു ഓർഗനൈസേഷനൊക്കെ എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ അവിടെയൊക്കെ അവർക്ക് ആവശ്യമായിട്ടുള്ള സെർവറുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ആ സെർവറൊക്കെ അവർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്കനുസരിച്ച് നമ്മളാണ് അതിൻ്റെ മെയിൻ കസ്റ്റമർ എന്ന് പറയുന്നത്. അതിൻ്റെ ഉപഭോക്താവ് നമ്മളാണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു സെർവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ആ പ്രോപ്പർട്ടീസിൽ മാറ്റങ്ങൾ വരുത്താനും അതിനെ സെറ്റ് ചെയ്ത് വയ്ക്കാനും ഉള്ള കഴിവ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കസ്റ്റമൈസേഷൻ പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ആമസോൺ വെബ് സർവീസുകളാണ് മെയിനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ സർവീസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ സർവീസുകളിൽ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് കിട്ടുമ്പോൾ അതിനെ കസ്റ്റമൈസ് ചെയ്യാനുള്ള കഴിവ് കൂടെ ആര് തരുന്നുണ്ട്, ഈ ആമസോൺ വെബ് സർവീസുകൾ. അതല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും ആ ഇൻഫ്രാസ്ട്രക്ചറിന്, ഇപ്പോൾ ഡാറ്റാ സ്റ്റോറേജ് ആണെങ്കിൽ ഡാറ്റാ സ്റ്റോറേജിന്, സെർവർ സ്പേസ് ആണെങ്കിൽ സെർവർ സ്പേസിന്, നെറ്റ്വർക്ക് ആണെങ്കിൽ ആ നെറ്റ്വർക്കിന് ഒക്കെ നമുക്കനുസരിച്ച് അതിൽ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യൂസേഴ്സ് ആർ ഗിവൺ പ്രിവിലേജസ് ടു പെർഫോം ന്യൂമറസ് ആക്ടിവിറ്റീസ് ടു ദ സെർവർ സച്ച് ആസ് starting and stopping it, customizing it by installing software packages, attaching virtual disks to it, and configuring access permissions and firewall rules. സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ, ആക്സസ് പെർമിഷൻസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും ആക്സസ് പെർമിഷൻസ് കൊടുക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പലതരത്തിലുള്ള ആക്സസ് പെർമിഷനുകളും
അതിൽ സെക്യൂരിറ്റി മെഷേഴ്സും ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിനുള്ള പ്രിവിലേജ്, യൂസേഴ്സിന് അതിനുള്ള ആ സെർവർ സ്പേസിൽ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താനും എന്ത് തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് സെക്യൂരിറ്റി കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാനും ആക്സസ് പെർമിഷൻസ് സെറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് അതിനുള്ള പ്രിവിലേജ്, അത് ആർക്കാണോ ആ സെർവർ സ്പേസ് കൊടുത്തിട്ടുള്ളത് ആ കസ്റ്റമർക്ക് അതിനുള്ള പ്രിവിലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഇൻ അഡീഷൻ ടു ഇൻഫ്രാസ്ട്രക്ചർ ഓറിയൻറ്റഡ് ക്ലൗഡ്സ് ദാറ്റ് പ്രൊവൈഡ് റോ കമ്പ്യൂട്ടിംഗ് ആൻഡ് സ്റ്റോറേജ് സർവീസസ്. റോ കമ്പ്യൂട്ടിംഗ് ആൻഡ് സ്റ്റോറേജ് സർവീസസ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ നമുക്കൊരു സെർവർ സ്പേസേ തരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതിലൊക്കെ ഉദാഹരണം പറഞ്ഞതുപോലെ ഒരു സെർവറാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു സെർവർ സ്പേസ് തരുന്നു, ഇത്ര ഒരു വർഷത്തേക്ക്, അതല്ലെങ്കിൽ 2 വർഷത്തേക്ക്, അതല്ലെങ്കിൽ 6 മാസത്തേക്ക് ഒരു സെർവർ സ്പേസ് നമുക്ക് തരുന്നു. അപ്പോൾ അതൊരു റോ വാല്യൂ ആണ്. നമുക്ക് ആ സെർവർ സ്പേസിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിടണം. ആ സെർവറിനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യണം, അതിലേക്ക് കയറ്റിയിടണം അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ സെർവർ സ്പേസിന് ഉപയോഗം ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതൊരു റോ കമ്പ്യൂട്ടിംഗ് സ്റ്റോറേജ് സർവീസുകളാണത്. നമുക്ക് സർവീസുകൾ കിട്ടിയിട്ടുണ്ട്, കമ്പ്യൂട്ട് ചെയ്യാനും സ്റ്റോറേജ് സ്പേസും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളതിനെന്ത് ചെയ്യണം? യൂട്ടിലൈസ് ചെയ്യണം. അനദർ അപ്രോച്ച് ഈസ് ടു ഓഫർ എ ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ടു മേക്ക് എ ക്ലൗഡ് ഈസിലി പ്രോഗ്രാമബിൾ, നോൺ ആസ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. ഇനി നമുക്കതിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു സഹായം തരികയാണ്, അതാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ സെർവറിലേക്ക് ആ സെർവർ സ്പേസിലേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. വെബ്സൈറ്റ് നിങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? അപ്പോൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയർ എടുക്കുകയാണ്, ഒരു IDE ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു, എക്ലിപ്സ് ഡൗൺലോഡ് ചെയ്തെടുത്തു, നിങ്ങൾക്ക് അതിലൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ആ വെബ് പേജിനെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു IDE, ഒരു ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്, അതല്ലേ IDE. അപ്പോൾ IDE നമുക്ക് കിട്ടണം. ആ IDE എന്താണ്? ആ IDE ഒരു പ്ലാറ്റ്ഫോമാണ്. ആ IDE എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റൊന്നും അതിൽ തന്നിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ആ IDE ഉപയോഗിച്ച് നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. ഇനി ഇതൊന്നും അല്ലാതെ തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ, റെഡിമെയ്ഡ് വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ CSS ഒക്കെ കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ്, CSS ഒക്കെ ലെയറുകളായിട്ടും ഫ്രെയിമുകളായിട്ടും ഒക്കെ നിങ്ങളുടെ വെബ് പേജിനെ ഡിവൈഡ് ചെയ്തിട്ട് തന്നിട്ടുണ്ടാവും. നിങ്ങൾ അതിലൊക്കെ കണ്ടൻറ് എന്താണെന്ന് ഇട്ടാൽ മതി. ആ കണ്ടൻറ്റിൽ എന്താണ് കോഡ്, അത്യാവശ്യം കോഡ്, അത് ക്ലിക്ക് ചെയ്തു എന്ന് വെച്ചാൽ ഏത് പേജിലേക്ക് പോകും, അടുത്ത ക്ലിക്കിന് ഏത് പേജിലേക്ക് പോകും, ലിങ്കുകൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ. നിങ്ങൾക്കൊരു വെബ് പേജ് ആണെങ്കിൽ ആ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങൾക്കതല്ല ഒരു കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ, അപ്പോൾ സോഫ്റ്റ്വെയർ അല്ല പ്ലാറ്റ്ഫോം, അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്തു തരും. അപ്പോൾ അത് അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ, നമ്മളുടെ വർക്കൊക്കെ കൊണ്ടുവന്നിടാൻ ഒരു സ്ഥലം കിട്ടി, അതിന് മുകളിൽ ആ വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമുക്ക് കിട്ടി. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് വിളിക്കുന്നത്. A cloud platform offers an environment on which developers create and deploy applications and do not necessarily need to know how many processors or how much memory that applications will be using. എവിടെയാണ് ആ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ എത്ര മെമ്മറിയാണ് അത് യൂസ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്കറിയണ്ട. നമ്മളുടെ അടുത്ത് എന്തൊക്കെയാണോ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഡയറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡയറക്ഷൻസ് പ്രകാരം ആ പറഞ്ഞിരിക്കുന്ന സ്പേസിൽ, പർട്ടിക്കുലർ സ്പേസിൽ എന്താണോ ആവശ്യപ്പെടുന്നത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അവരെ തീമൊക്കെ നമുക്ക് ആ തീം എവിടെ റൺ ചെയ്യുന്നു, ഏതോ ഒരു സെർവറിൽ റൺ ചെയ്യുന്നുണ്ട്, നമുക്കത് അറിയേണ്ട ആവശ്യമില്ല. അതിനെവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്കതിനെ അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിക്കുന്നു, ആ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മളതിനെ യൂസ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ. In addition, multiple programming models and specialized services ആണ് ഡാറ്റ ആക്സസ്, ഓതൻറ്റിക്കേഷൻ, പേയ്മെൻറ്റ് സർവീസുകൾ, ഇതൊക്കെ ആർ ഓഫേർഡ് ആസ് ബിൽഡിംഗ് ബ്ലോക്സ് ടു ന്യൂ അപ്ലിക്കേഷൻസ്. ഇതൊന്നും അല്ലാതെ ചില സ്പെഷ്യലൈസ്ഡ് ആപ്ലിക്കേഷൻസ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ആഡ് ഇറ്റ്.
അങ്ങനെ ചില ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് നമ്മുടെ വെബ്സൈറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിനെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കാൻ, ക്രിയേറ്റീവ് ആക്കാൻ ഒക്കെ അവർ തന്നെ നമുക്ക് ഓപ്ഷൻസ് തരിക. ഇന്നതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ചില ബേസിക് ബിൽഡിംഗ് ബ്ലോക്സും ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ക്ലൗഡ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിളാണ് നമ്മൾ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ ആപ്പ് എൻജിൻ, an example of platform as a service, offers a scalable environment for developing and hosting web applications which should be written in specific programming languages such as Python or Java and use the services on proprietary structured object data store. ഗൂഗിൾ ആപ്പ് എൻജിനൊക്കെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ, അതൊരു സ്കെയിലബിൾ എൻവയോൺമെൻറ്റാണ്. നിങ്ങൾക്ക് അതിൽ എന്താണോ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നത് ആ മാറ്റങ്ങളൊക്കെ വരുത്താം. എന്നിട്ട് അതിന് നിങ്ങൾ ഗൂഗിൾ ബ്ലോഗറൊക്കെ എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ, യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹോബീസൊക്കെ ഉള്ളവർക്ക്, പ്രത്യേകിച്ചുള്ള ഒരു ഹോബീസൊക്കെ ഉള്ളവർക്ക്, ചിലവരൊക്കെ സിനിമകൾ കണ്ട് റിവ്യൂ എഴുതുന്ന കൂട്ടത്തിലുണ്ടാവും. നിങ്ങളൊക്കെ ഒരുപാട് സിനിമകൾ കാണുന്ന കുട്ടികളൊക്കെ ആണല്ലോ. അപ്പോൾ ഓരോ സിനിമയും കണ്ടാൽ അവരവരുടെ അഭിപ്രായം റിവ്യൂസായിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇന്ന് ബ്ലോഗറുകളൊക്കെ ഒരുപാട് ആൾക്കാരുള്ളതാണ്. ഒരു ബ്ലോഗർ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു ബ്ലോഗ്, നിങ്ങളുടെ മെയിൽ ID വെച്ച് നിങ്ങളുടേതായിട്ടുള്ളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാം. അത് പലതരത്തിൽ എൻ്റർടൈൻമെൻറ്റിനുള്ളതാവാം, അതല്ല എഡ്യൂക്കേഷനുള്ളതാവാം. ഇനി ചെറിയ കുട്ടികൾക്ക് എന്താ പറയുക, എന്തെങ്കിലും കഥകൾ, കവിതകൾ അതൊക്കെ പാടെ ചേർത്തിട്ടുള്ളതാവാം. കലകൾക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാവാം. ഇപ്പോൾ നിങ്ങൾ വരയ്ക്കുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, അവർക്കൊക്കെ സ്വന്തമായിട്ടൊരു ബ്ലോഗൊക്കെ അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക്, സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാനും അതൊരു സ്റ്റോറേജ് സ്പേസ് കൂടിയാണ്. നിങ്ങളതിൽ കയറ്റിയിട്ടു എന്ന് വെച്ചാൽ അതവിടെ കിടക്കും, കുറേ കാലത്തേക്ക് കിടക്കും. അപ്പോൾ കഴിവുള്ളവരൊക്കെ, പലതരത്തിലുള്ള പല രീതിയിൽ കഴിവുള്ളവരൊക്കെ, നിങ്ങളൊക്കെ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള രീതിയിൽ പല കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു ബ്ലോഗൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്കതൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം ഓരോരുത്തരും പല രീതിയിലായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടാവുക. അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ പറയുന്ന ഒരു സർവീസ്, ഗൂഗിൾ ആപ്പ് എൻജിൻ എന്ന് പറയുന്ന ഒരു സർവീസ് നമുക്ക് സർവീസുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളാണ് അല്ലേ. നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യാൻ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നതുപോലെ. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് ഇൻക്ലൂഡ് ആൻ in-memory object cache, mail service, instant messaging service, an image manipulation service, and integration with Google Accounts Authentication Service. അപ്പോൾ ഗൂഗിൾ ആപ്പ് എൻജിനിൽ പറയുന്ന ബിൽഡിംഗ് ബ്ലോക്സിൽ ഇത് ഇപ്പം നിങ്ങൾ ഓരോന്ന് എടുത്ത് നോക്കിയെന്ന് വെച്ചാൽ മനസ്സിലാവും. അതിൽ മെയിൽ സർവീസ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് സർവീസുകൾ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ പ്രൈവറ്റ് മെസ്സേജായിട്ട് എനിക്ക് മെസ്സേജ് വിടാം, ഇതാ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിടാം. ആൻഡ് ഇമേജ് മാനിപ്പുലേഷൻ സർവീസ് ഉണ്ട്, ഇൻ്റഗ്രേഷൻ വിത്ത് ഗൂഗിൾ അക്കൗണ്ട്സ് ഓതൻറ്റിക്കേറ്റഡ് ആണ്, സെക്യൂറാണത്, 100% സെക്യൂറാണ് അല്ലേ. നിങ്ങളൊരു അസൈൻമെൻറ്റ് എനിക്ക് സബ്മിറ്റ് ചെയ്തു എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് സബ്മിറ്റ് ചെയ്താൽ എല്ലാവരും കാണും. ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരു അസൈൻമെൻറ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നു. ആ അസൈൻമെൻറ്റ് 1 നിങ്ങൾ ഹാൻഡ് ഇൻ ചെയ്തിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അസൈൻമെൻറ്റ് വേറെ ആരും കാണുന്നില്ല, ഞാൻ മാത്രമേ കാണൂ, സെക്യൂറാണ്. അപ്പോൾ ഓതൻറ്റിക്കേഷൻ സർവീസും ഗൂഗിൾ അക്കൗണ്ടിൻ്റെ എല്ലാ ഓതൻറ്റിക്കേഷൻ സർവീസും അതായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ വെൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നമുക്കൊക്കെ സമയവും കിട്ടുന്ന സർവീസുകളും നിങ്ങൾക്ക് കിട്ടുന്ന സമയവും വളരെ കൃത്യമായിട്ട് വളരെ ഫ്രൂട്ട്ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഈ വെബ് സർവീസുകളും നമ്മുടെ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും പലതരത്തിലുള്ള
ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റും ഒക്കെ യൂസ് ചെയ്തു എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്കൊരു ജീവിത മാർഗം തന്നെ കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എത്ര കോടീശ്വരന്മാരുണ്ട് ഈ വ്ളോഗറുകളായിട്ടും ബ്ലോഗറുകളായിട്ടും. വ്ളോഗിങ്ങും പിന്നെ യൂട്യൂബ് ചാനലുകളും ഈ തരത്തിലുള്ള വെബ് സർവീസുകൾ യൂസ് ചെയ്ത് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തിട്ടും ഒക്കെ വീട്ടിൽ തന്നെ ഇരുന്ന് എങ്ങോട്ടും പോവാതെ ജീവിതം ആഘോഷിച്ച് പണം സമ്പാദിക്കുന്ന എത്രയോ പേര് ഉണ്ട്. അവർ ചെയ്യുന്ന കാര്യം എന്തുമാത്രം, അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ അവർ വളരെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അവർ വേറെ ടെൻഷൻസ് ഒന്നുമില്ല. വേറെ ഈ ആൾക്കാർ ഓരോ ജോലിക്കായിട്ടോ അതിനായിട്ടോ ഓടി നടക്കുന്ന ആ ടെൻഷനുകളൊന്നുമില്ല. അവരവരുടെ കയ്യിൽ കുറച്ച് സമയമുണ്ട്, യൂസ് ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ആ പ്ലാറ്റ്ഫോം വളരെ കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള സർവീസുകളാണ് ആര് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം അത് നമുക്ക് തുറന്നു തരികയാണ്. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അടുത്തത് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇവിടെ നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡുമായിട്ട് കൂടുതൽ സോഫ്റ്റ്വെയർ ഫീൽഡുമായിട്ട് അതിലത്തെ സോഫ്റ്റ്വെയർ സ്കില്ലുകൾ ഒക്കെ പ്രയോജനപ്പെടുത്തുന്നവർക്കാണ് ഈ പറഞ്ഞിരിക്കുന്ന സർവീസ് വളരെയധികം ഉപകാരപ്രദം. ആപ്ലിക്കേഷൻ റിസൈഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ക്ലൗഡ് സ്റ്റാക്ക്. അപ്പോൾ ഈ സോഫ്റ്റ്വെയറുകളൊക്കെ എവിടെയാണ് കിടക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ബോട്ടം ലെയറായിട്ട് എന്താണ് നമുക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ. അതിൻ്റെ തൊട്ട് മുകളിൽ ആരാണ്? പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ മുകളിലാണ് ആര് കിടക്കുന്നത്? ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ നമുക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ കിട്ടി, ആ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ട പ്ലാറ്റ്ഫോം കിട്ടി. ഇനി ആ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യിക്കാൻ ആവശ്യമായിട്ടുള്ള എന്താണ് വേണ്ടത്? സോഫ്റ്റ്വെയറുകളാണ് വേണ്ടത്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സെർവർ സ്പേസ് എടുത്തു. ആ സെർവർ സ്പേസിലേക്ക് നിങ്ങളൊരു ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ആ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കിട്ടും. നിങ്ങളൊന്ന് വേർഡ് പ്രസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ ബ്ലോഗർ പറഞ്ഞത് ഗൂഗിളിൻ്റെയാണ്, അതല്ലാതെ വേറൊന്നുള്ളതാണ് വേർഡ് പ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാറ്റ്ഫോം, ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോമായി നിങ്ങൾക്കൊരു ഡൊമൈൻ കിട്ടി, ഒരു സെർവർ എടുത്തു. നിങ്ങൾ ആ സെർവറിൽ ഡാറ്റ സ്റ്റോറേജ് ധാരാളം ഉണ്ട്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടി. ആ ഇൻഫ്രാസ്ട്രക്ചർ കിട്ടിയ ശേഷം നിങ്ങളൊരു പ്ലാറ്റ്ഫോം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗൂഗിളിൻ്റെ ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ബ്ലോഗറിൽ നിങ്ങളൊരു എടുത്തു, ഗൂഗിൾ ബ്ലോഗർ എടുത്ത് നിങ്ങളൊരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ബ്ലോഗിൽ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിടണം. അപ്പോൾ നിങ്ങളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടു. ആ വീഡിയോയ്ക്ക് ഇനി കുറച്ച് എഫക്റ്റുകൾ ചേർക്കണം, കുറച്ച് കട്ട് ചെയ്ത് കളയണം, അങ്ങനെയുള്ള ചില വീഡിയോയിൽ എഡിറ്റിങ്ങുകൾ നടത്തണം. അപ്പോൾ നമുക്ക് ആവശ്യം എന്താണ്? എഡിറ്റ് ചെയ്യാനുള്ള നിങ്ങൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ കണ്ടൻറ്റിനെ നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും അതിലേക്ക് കുറച്ച് കൂട്ടിച്ചേർക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു സോഫ്റ്റ്വെയറിനെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ലെയറായിട്ടാണ് എന്ത് വരുന്നത്? സോഫ്റ്റ്വെയറുകൾ. അപ്പോൾ നമുക്ക് ആ പറയുന്ന പ്ലാറ്റ്ഫോമിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ സോഫ്റ്റ്വെയറുകളാണോ വേണ്ടത്, ആ സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ നിന്നും അതല്ലെങ്കിൽ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്തെടുക്കുക. അതാണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ദിസ് ലെയർ ക്യാൻ ബി ആക്സസ്ഡ് ബൈ എൻഡ് യൂസേഴ്സ് ത്രൂ വെബ് പോർട്ടലുകൾ. ഓരോന്നിൻ്റെയും വെബ് പോർട്ടലുകളിൽ നിന്നാണ് നമ്മൾ ആ സോഫ്റ്റ്വെയറുകളെ ആക്സസ് ചെയ്യുന്നത്. Therefore, consumers are increasingly shifting from locally installed computer programs to online software services that offer the same functionality. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകൾ ഉണ്ടാവും. നമുക്ക് പല സോഫ്റ്റ്വെയറുകളും നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് തന്നെ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. നിങ്ങൾ ഓൺലൈൻ മാർക്കറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ മാർക്കറ്റിൽ പല ഫങ്ഷണാലിറ്റീസും നമുക്ക് കിട്ടാനുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫിസിക്കൽ ഡിവൈസ് തന്നെ, സ്കാനിങ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഡിവൈസ്.
ഒരു സ്കാനർ ഉണ്ട്, നമുക്ക് പ്രിൻ്ററിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് വരും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് സ്കാനറുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫീസ് വർക്കിനായിട്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു ഡാറ്റ സ്കാൻ ചെയ്ത് PDF ആക്കി അയക്കാൻ പറയുകയാണ്. സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ PDF ഒക്കെ ആക്കി അയക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്തായിട്ടാണ് കിട്ടുക, ഇമേജ് ആയിട്ടൊക്കെയാണ് കിട്ടുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു PDF ഫയൽ സ്കാൻ ചെയ്ത് അയക്കൂ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും സ്കാൻ ചെയ്ത് അയക്കും അല്ലേ. ക്യാം സ്കാനർ ഉപയോഗിക്കുന്നു, സ്കാൻ ചെയ്യുന്നു, അയക്കുന്നു. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് നമുക്കൊരു പുറത്ത് പോയിട്ട് ആദ്യമൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് സ്കാൻ ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളപ്പോൾ പോകണം. എവിടേക്ക് പോകണം? ഒരു എന്താ പറയുക, ഒരു ഇൻ്റർനെറ്റ് കഫേയിലേക്കോ അതല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലേക്കോ ഒക്കെ പോകുന്നു, സ്കാൻ ചെയ്ത് തരാൻ പറയുന്നു, സ്കാൻ ചെയ്യുന്നു, അയക്കുന്നു അല്ലേ. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കൊരു പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ വേണം. ഇപ്പോഴൊക്കെ എന്താ ആൾക്കാർ ചെയ്യുന്നത്, ഒരു കുട്ടിക്ക്, ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് സ്കൂളിലേക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിച്ചു. ആദ്യമൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്നൊരു ഫോട്ടോ വന്നു പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പോൾ പോവും, ഒരു സ്റ്റുഡിയോയിൽ പോകുന്നു അല്ലേ. സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ എടുക്കുന്നു, അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ഇപ്പം എന്താ ചെയ്യുന്നതെന്നറിയോ, ഫോട്ടോ എടുത്തു സ്റ്റുഡിയോക്കാരൻ്റെ ഫോണിലേക്ക് വാട്സപ്പിൽ അയച്ചു കൊടുക്കുന്നു. ആരെങ്കിലും പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ സ്റ്റുഡിയോയിൽ പോകുന്നു, ആ ഫോട്ടോ വാങ്ങിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ കുട്ടി എങ്ങോട്ടും പോയില്ല, വീട്ടിലാരും എങ്ങോട്ടും പോയില്ല. വീട്ടിൽ ഒരാൾ പുറത്ത് പോയിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരുമ്പോൾ ആ ഫോട്ടോയും കൂടെ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞാൽ അയാൾക്ക് എന്താണോ പൈസ കൊടുക്കാനുള്ളത് ആ പൈസ കൊടുത്തു ഫോട്ടോയും വാങ്ങിച്ച് തിരിച്ചു വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ള ഫങ്ഷണാലിറ്റീസ്, ആവശ്യത്തിനുള്ള ഫങ്ഷണാലിറ്റീസൊക്കെ നമ്മുടെ കയ്യിൽ ഓൺലൈനായിട്ട് കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ എന്തിനു പോയില്ല, ആ സർവീസ് എന്താണോ ആ സർവീസ് തരുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോയി ആ സർവീസ് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് കിട്ടുക. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ, ഈ പറഞ്ഞ രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. മനസ്സിലായോ? അപ്പോൾ സർവീസ് എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ പലതും നമ്മൾ പോയി ചെയ്യേണ്ട സർവീസുകളുണ്ട്. അത് ആ പോയി ചെയ്യേണ്ട സർവീസിന് പകരം നമ്മളത് ഇൻ്റർനെറ്റിൽ നിന്ന്, ക്ലൗഡിൽ നിന്നും നമ്മൾ ഡയറക്റ്റ് ആക്സസ് ചെയ്തെടുക്കുക. Traditional desktop applications such as word processing and spreadsheet can now be accessed as a service in the web. This model of delivering applications known as software as a service alleviates the burden of software maintenance for customers and specifies development and testing for providers. അപ്പോൾ എല്ലാ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് അതിനൊക്കെ നമ്മൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് താൽക്കാലികമായിട്ട് എവിടെ നിന്ന് തന്നെ നമുക്ക് എടുക്കാം, ഓൺലൈനായിട്ട് തന്നെ ആ സർവീസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് വേർഡിൽ ഒരു ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ വേർഡ് ഇല്ലെങ്കിൽ ഓൺലൈനായിട്ട് പോവുക, സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക, വേർഡിൽ ഡാറ്റ ടൈപ്പ് ചെയ്യുക, സേവ് ചെയ്യുക, അത് ഓൺലൈനായിട്ട് തന്നെ ആ സോഫ്റ്റ്വെയർ പോയി. നമ്മുടെ സിസ്റ്റത്തിലുണ്ടോ ഇല്ല, എന്നാൽ നമുക്ക് വേർഡ് ഡോക്യുമെൻ്റ് കിട്ടി, ഒരു എക്സൽ ഷീറ്റ് കിട്ടണം, ഓൺലൈനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എക്സൽ ഷീറ്റ് നമുക്ക് കിട്ടി, ആ എക്സലിനെ നമ്മൾ ഡോക്യുമെൻ്റായിട്ട് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുക. എക്സൽ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായി? ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ എഡിറ്റർ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട, വീഡിയോ എഡിറ്റർ ഓൺലൈനായിട്ടുണ്ട്, അവിടെ പോവുക, വീഡിയോ എഡിറ്റ് ചെയ്ത വീഡിയോ സേവ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറേജ് സ്പേസിന് നമുക്ക് ബർഡൻ വരുന്നില്ല. അത് ഓൺലൈനായിട്ട് വെർച്വൽ സിസ്റ്റം ഉപയോഗിച്ച് സുഖമായിട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. അടുത്തത് ഡിപ്ലോയ്മെൻറ്റ് മോഡലുകൾക്കനുസരിച്ച് എങ്ങനെയാണ് ക്ലൗഡ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് എന്നതാണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.